ഇത് സുനിൽ ബാബ, എരുമേലിയുടെ അനുഗ്രഹീത കലാകാരൻ. മതസൗഹാർദ്ദത്തിന്റെ നാടായ എരുമയിൽ നിന്നും സംഗീത ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അതുല്യ കലാകാരൻ. നല്ലൊരു കൈ കൊടുക്കാം സുനിലേട്ടന്. താങ്ക് യു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു കലാകാരനെ ഈ വേദിയിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മറ്റാരുമല്ല, നിങ്ങൾ ഏറെ കേട്ട് കാണും പൊള്ളാച്ചി മുത്തു കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലൂടെ മലയാളികളും ലോകമെങ്ങാടുമുള്ള സംഗീത ആസ്വാദകർ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലൂടെയും ഗാനങ്ങളിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട അതുല്യ കലാകാരൻ. സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് നിങ്ങളുടെ അനുവാദത്തോടു കൂടി പൊള്ളാച്ചി മുത്തുവിനെ. எல்லாருக்கும் நமஸ்காரம் அண்ணா. இந்த நாட்டில் இங்கே அனுபவிச்சு எல்லாருக்கும் நன்றி அண்ணா. என்று പറയുമ്പോൾ എല്ലാവരും ഞാൻ തമിഴ്നാടിന് അണ്ണാ, ഞാൻ പച്ച മലയാളിയാണണ്ണാ. പൊള്ളാച്ചി ഞാൻ കണ്ടിട്ട് പോലുമില്ല. ബസ്സിൽ ഉറങ്ങിപ്പോയിട്ട് പൊള്ളാച്ചിയിൽ എത്തിപ്പോയതാണണ്ണാ. അണ്ണാ റെഡിയോ? മച്ചാലേ റെഡിയോ? അണ്ണാ, തമിഴ് പാട്ട് വേണോ മലയാളം പാട്ട് വേണോ? തമിഴ് പാട്ട് വേണ്ട ഒരു കൈ അടിച്ചോ? ആണോ മലയാളം സോങ്? നാലാൾക്ക് വേണ്ടിയിട്ട് ഒരു മലയാളം പാട്ട് പാടാം. മലയാളിക്ക് പോലും അർത്ഥം പറയാത്തൊരു പാട്ടാണ് ഈ പാട്ടിന്റെ അർത്ഥം. എനിക്ക് പറഞ്ഞുകൂടാ, മലയാളിക്ക് പറഞ്ഞുകൂടാ. എന്നാ ഇത് ക്ഷേത്രത്തിൽ വരാൻ പറ്റിയതിൽ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ് അണ്ണാ. ഞാൻ കുറെ ദൂരെ നിന്ന് വരുവാണ്, കണ്ണൂരിൽ നിന്ന് വരുന്നതാണ് അണ്ണാ. അണ്ണാ റെഡിയാ? ഓക്കെ അണ്ണാ, ഈ വയറിലൊന്ന് സൈഡാക്കട്ടെ, എല്ലാവരും കുടുങ്ങി ചത്തു വന്ന അമ്മേ. ഓക്കെ അണ്ണാ. അണ്ണാ இந்த பாடல ஃபர்ஸ்ட் நான் சுருக்கிருக்கேன்னு പറയുമ്പോൾ അണ്ണാ 3 പ്രാവശ്യം പഞ്ച് തരണം അണ്ണാ. അത് എനിക്കല്ല, അവർക്കാണ് പഞ്ച്. ഓക്കെ, നല്ല പഞ്ച് വന്നാലേ അവർക്കൊരു ഹരം വരും അണ്ണാ. ഓക്കെ അണ്ണാ. അണ്ണാ മോണിറ്റർ പോലും കുറച്ച് ജാസ്തി ചെയ്തണ്ണാ. ഓക്കെണ്ണാ? ഓക്കെ റെഡി? സുരുക്കിരുക്ക അണ്ണാ, കുറച്ച് പോളി ആക്കി തരുന്ന കേൾക്കുന്നില്ല അണ്ണാ. குறைஞ்சு வாத்தி எடுத்து அரப்பிசா சொன்னாக்கிறா சொம்மாரி சொன்னாக்கிறாயா? அரப்பிசா சொன்னாக்கிறா சொம்மாரி சொன்னாக்கிறாயா? ഇവിടെ யாரும் சப்போர்ட் இல்லைண்ணா.
ഇവര് മാത്രം ഫുൾ സപ്പോർട്ട് ചെയ്യും അല്ല இந்த അണ്ണൻ സൂപ്പർ അണ്ണന്റെ പേരെന്താ ബിനു അണ്ണ ശരിക്കും ബിരുന്ന ബിനുവാണെന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ അല്ല അല്ല ചിരിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണ അല്ല അണ്ണ ഒരു പാസി വേണ പഞ്ച് വരണം ഉള്ളിന്ന് വരണം അണ്ണ റെഡി 1 2 3 സ്റ്റാർട്ട് പറയണോ ഓക്കെന്നാ ഞാൻ വന്ന് റെഡി 1 എന്ന് പറയൂ അണ്ണ 2 എന്ന് പറയണോ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം ഓക്കെന്നാ അണ്ണന്റെ പേരെന്താ അണ്ണന്റെ ബ്രാൻഡിന്റെ പേര് എന്റെ പേര് അണ്ണാ ജവാനാ അണ്ണാ ജവാനക്കാകെ നല്ലൊരു കൈയ്യടിയാ ഓക്കെന്നാ അല്ല ഞാൻ പറഞ്ഞ അപ്പഴന്നെ പറയല ഞാൻ പറഞ്ഞ 1 എന്ന് പറയൂ അണ്ണ 2 എന്ന് പറയണു 3 എന്ന് പറഞ്ഞു സ്റ്റാർട്ടാക്കാം അല്ലണ്ണ അണ്ണ നല്ല പഞ്ചില് നല്ല ഉറക്കെ പറയണോ ഓക്കെന്നാ അണ്ണ തുപ്പൽ കളിച്ചണ അണ്ണ 3 4 5 6 എനിക്കറിഞ്ഞില്ല അതെ അണ്ണ 1 2 3 എന്ന് പറഞ്ഞാലോ 1 2 3 തമിഴ്നാട് അണ്ണ അണ്ണ 10ാം ക്ലാസ് പാസ്സായ അണ്ണന് നല്ലൊരു കൈയ്യടി കൊടുക്കണം 1 2 3 start
ഒപ്പം പവർ തരുന്നു നമുക്ക് ചാർജ് കൂടി കൂടി വരുന്ന അണ്ണ ഒരു ചെറിയൊരു കൈഡ് തരുവാ താങ്ക്സ് അണ്ണ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് പ്രേമോദരനായി എന്ന മനോഹരമായ ഇടക്കാല ഗാനത്തിന് വേദിയിൽ സുട്ടുപകരുന്ന പ്രമോദ് ആലപ്പുഴ. ഈ ഗാനത്തിന് വേദിയിൽ ശബ്ദം പകരുന്ന പ്രമോദ് ആലപ്പുഴയും സേതുലക്ഷ്മിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാ ഗാനങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ നമുക്ക് അടിപൊളി പാട്ടുകൾ വേണം, അതൊരു മെലഡി ഗാനങ്ങൾ വേണം, ക്ലാസിക്കൽ ഗാനങ്ങൾ വേണം, എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഗാനവിളിയാണ്. അപ്പോൾ എല്ലാ പാട്ടിനും അതുപോലെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? നല്ലൊരു കൈഡി. തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു പ്രോഗ്രാമിലും രവീന്ദ്രൻ മാഷിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. രവീന്ദ്രൻ മാഷിൻ്റെ ഈ ഒരു ക്ലാസിക്കൽ സോങ് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പം കമരതളം എന്ന ഫിലിമിൽ രവീന്ദ്രൻ മാഷിനെ ഇണം നൽകി ദാസേട്ടൻ ആലപിച്ച പ്രേമോദ്ധരനായ ഒരു ഗാനമാണ്. ദാസാറും ചിത്രചേച്ചി ആലപിച്ചൊരു ഗാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പാടുകയാണ്. താങ്ക് യു.
താങ്ക് യു വെരി മച്ച്. മറ്റൊരു ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കണം. കലാഭവൻ മണിച്ചേട്ടൻ ഏറെ ശ്രദ്ധേയമാക്കിയ വെൻ ജോൺസൺ എന്ന സൂപ്പർ ചിത്രത്തിലെ സോന സോന എന്ന ഗാനത്തിന് വിദേശത്ത് പകരുന്നു ഇമ്രാൻ. എങ്ങനെയുണ്ട് നമ്മളെ പ്രോഗ്രാം ഉണ്ട്? അടിപൊളിയാണ്, നല്ലൊരു ഐഡിയ പൊളിക്കല്ലേ? എങ്ങനെ നമ്മളെ പൊള്ളാച്ചി മൊത്തമുണ്ട്. ഇവിടുന്ന് നല്ല പരൽ മീനെ പോലെ ഓടി അങ്ങ് വരെ വന്നില്ല. അപ്പൊ നല്ലൊരു ഐഡിയ ആരും കലാകാരനെ വിളിക്കും. കാരണം വേറെ പോലെ ഇത്രയും ഡാൻസ് ഒക്കെ ചെയ്ത് പെർഫോം ചെയ്ത് വരാൻ തുടങ്ങി എന്നെ കൊണ്ട് പറ്റുമല്ലോ ഉറപ്പ്. സത്യം ഞാൻ സ്റ്റാർ സിംഗറിൽ പണ്ട് ഡാൻസ് കളിച്ചായിരുന്നു. അത് പിന്നെ പരിപാടിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അവൻ കാണിച്ച മറ്റേ ഈ സ്റ്റെപ്പൊക്കെ കാണിച്ച എന്റെ ബാൻഡ് കയറുക, അത് വേറെ കാര്യം. അതുകൊണ്ട് നല്ലൊരു കൈ വീണ്ടും നമ്മളെ പൊള്ളാച്ചി മൊത്തന് പൊളിക്കല്ലേ? ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ അവിടെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വന്ന് തിരിച്ച് സ്റ്റേജ് വരുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞ് നേരം വിളിക്കും. ഞാൻ നടന്ന് വരുമ്പോഴത്തേക്കും ഓടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഉള്ള പറയാം, നമ്മാണ് അതെത്തി. വരെ 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 So now
അപ്പോൾ ഒരു പാട്ടോടെ വിളിച്ചാലോ? വിളിക്കാലോ ഒന്നുകൂടെ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ പ്രോത്സാഹനത്തെ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഒരു അടിപൊളി ഗാനം. അപ്പോൾ എല്ലാവരും കളിക്കണം കേട്ടോ. വളരെ കൊച്ചുപിള്ളേ ചേട്ടന്മാരല്ല. ചേട്ടൻ ടാറ്റ അടിക്കുന്നു. എനിക്ക് ആദ്യമായിട്ടൊരു ഫ്രഞ്ച് ജ്യൂസ് എന്നുണ്ട്. ഇതിനോട് ഒരു ചേട്ടൻ ഫ്രഞ്ച് ജ്യൂസ് തന്നു. അറിയാം ഫ്രഞ്ച് ജ്യൂസ് എന്താ? ഓ, അന്നാ അതിൽ വലിയ കഷ്ടം തരുന്നുണ്ടാവും. കൊച്ചുകൊണ്ടേ മാറേ എന്നാണോ കൊണ്ടുവന്നത്? Thank you very much. തമിഴ് സിനിമയുടെ സ്വയംമനൻ രജനികാന്ത് അഭിനയിച്ച് ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധേയമായ വേട്ടയാൻ എന്ന സുപ്രക ചിത്രത്തിലെ മനസ്സിലായോ എന്ന ഗാനത്തിന് വേദിയിൽ ശ്രദ്ധ പകരുന്നു അഖിലും പൊള്ളാച്ചി മുത്തുവും ദിൽജിഷയും ചേർന്ന്.
രജനി ഫാൻസിന്റെ ഇവിടെ ഇല്ലേ മനസ്സിലായ